Dear students, we shall continue our discussions on shares and debentures. Corporate Regulations and Administrationന്റെ തേർഡ് മൊഡ്യൂളിൽ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിൽ നമ്മൾ ഈ വീഡിയോയിൽ ആരംഭിക്കുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് പബ്ലിക് ഓഫറിലായിരുന്നു. പബ്ലിക് ഓഫർ നമ്മളിവിടെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മീൻസ് എനി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ബൈ എ കമ്പനി ദെൻ ത്രൂ ഇഷ്യൂ ഓഫ് എ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ. ഇപ്പം പബ്ലിക് ഓഫർ അല്ല, ഒരു സെലക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് കമ്പനി ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്ററിലൂടെ ഷെയർസും സെക്യൂരിറ്റീസും ഒക്കെ ഓഫർ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ദെൻ ദി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ഷാൽ ബി മെയ്ഡ് ടു സച്ച് നമ്പർ ഓഫ് പേഴ്സൺസ്. ഇവിടെ എന്താ, നോട്ട് എക്സീഡിങ് 50 ഓർ സച്ച് ഹയർ നമ്പർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന, കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ 50 ഇതിൽ കവിയാത്ത ഒരു നമ്പറിൽ ഉള്ള ഇൻഡിവിജ്വൽസിന് ഇൻഡിവിജ്വലായിട്ട് ഓഫർ ലെറ്ററുകൾ അയച്ച് നടത്തുന്ന ഒരു പ്ലേസ്മെൻ്റാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ദെൻ ദി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ടു ഓർ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ഷാൽ ബി മെയ്ഡ് to such number of persons not exceeding 50 or such higher number as may be prescribed in a financial year and on such conditions as may be prescribed. The number of 50 excludes qualified institutional buyers and employees of the company being offered securities under the scheme of employee stock option as per section 62 of the act. ഇപ്പോൾ നമ്മൾ ഈ 50 മാക്സിമം നമ്പർ പറഞ്ഞിരിക്കുന്ന 50-ൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനെയും കമ്പനീസിൻ്റെ എംപ്ലോയീസിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് നമ്മൾ ഓർമ്മയിലിരിക്കേണ്ടത് എന്താണ്, ഒരു പ്രോസ്പെക്ടസ് മുഖാന്തരം ജനറൽ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് പകരമായിട്ട് 50 ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ കമ്പനി ലോയിൽ പറഞ്ഞിരിക്കുന്ന ഹയർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനോ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓഫർ ലെറ്ററുകൾ ഇഷ്യൂ ചെയ്ത് അതിലൂടെ നടത്തുന്ന പ്ലേസ്മെൻറ്റുകളാണ്, അല്ലെങ്കിൽ സെയിൽ ഓഫ് സെക്യൂരിറ്റീസാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ദെൻ ദി ഫോളോയിങ് ആർ ദി റൂൾസ് റിഗാർഡിംഗ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് പ്രധാനപ്പെട്ട റൂൾസ് എന്തൊക്കെയാണ്? 1. All monies payable towards subscription of securities by way of private placement shall be paid through check or demand draft or other banking channels but not by cash. ഇപ്പം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പണവും ചെക്കായിട്ടോ ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ മാത്രമേ പേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ, പണമായിട്ട് സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ആദ്യത്തെ ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ റൂളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെസിപ്റ്റും, എല്ലാ പണവും എന്താണ്, അത് ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ ഒക്കെ സ്വീകരിക്കാവുള്ളൂ, ക്യാഷ് ആയിട്ട് സ്വീകരിക്കാൻ പാടില്ല. സെക്കൻഡ്ലി, എ കമ്പനി മേക്കിംഗ് ആൻ ഓഫർ ഓർ ഇൻവിറ്റേഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ അലോട്ട് സെക്യൂരിറ്റീസ് വിതിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ മണി ഫോർ സച്ച് സെക്യൂരിറ്റീസ്. ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മുഖാന്തരം അലോട്ട്മെൻറ്റ് നടത്തുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ നടത്തുന്ന കമ്പനികൾ ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനകം അലോട്ട്മെൻറ്റ് അതിൻ്റെ ആ പ്രോസസ്സ് ഫുൾഫിൽ ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ മണി കിട്ടി 60 ദിവസത്തിനകം. ദെൻ ഇഫ് ദി കമ്പനി ഈസ് നോട്ട് ഏബിൾ ടു അലോട്ട് ദി സെക്യൂരിറ്റീസ് വിതിൻ ദാറ്റ് പീരീഡ്, ഇപ്പം ആപ്ലിക്കേഷൻ മണി കിട്ടി 60 ദിവസത്തിനകം കമ്പനി അലോട്ട്മെൻറ്റ് നടത്താൻ കമ്പനിക്ക് പറ്റുന്നില്ല എങ്കിൽ it shall repay the application money to subscribers within 15 days from the date of completion of 60 days. ഇങ്ങനെ ആപ്ലിക്കേഷൻ മണി കിട്ടി 60 ദിവസത്തിനകം സെക്യൂരിറ്റീസിൻ്റെ ഇഷ്യൂ നടത്താൻ കമ്പനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ 60 ദിവസം കഴിഞ്ഞ് അടുത്ത 16 ദിവസത്തിനകം ഈ പണം മടക്കി കൊടുത്തിരിക്കണം. സോ ഇറ്റ് ഷാൽ റീപേ ദി ആപ്ലിക്കേഷൻ മണി സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ മണി 60 ദിവസം കഴിഞ്ഞ് വരുന്ന 16 ദിവസത്തിനുള്ളിൽ മടക്കി കൊടുത്തിരിക്കണം ആപ്ലിക്കൻസിന്.
ഇഫ് ദി കമ്പനി ഫെയിൽസ് ടു റീപേ ദി ആപ്ലിക്കേഷൻ മണി വിതിൻ ദി അഫോസഡ് പീരീഡ്, ഇനി അങ്ങനെ കമ്പനി 60 ദിവസം കഴിഞ്ഞ് അടുത്ത 16 ദിവസത്തിനകം പണം മടക്കി കൊടുക്കാൻ കമ്പനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ it shall be liable to repay the money with interest at the rate of 12% per annum the expiry of the 16th day. ഇപ്പോൾ ഈ 16 ദിവസം കഴിഞ്ഞ് വരുന്ന ഓരോ ഡിലേ ചെയ്യപ്പെടുന്ന താമസിക്കുന്ന ഓരോ ദിവസത്തിനും ഇയർലി 12% ഇൻട്രസ്റ്റ് പെർ ആനം, ഇപ്പം 12% പലിശയും കൂടി കൊടുത്തിരിക്കണം. ഇത് സെക്കൻഡ് റൂളായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ എന്താ അതിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂളാണ്. ദെൻ മൂന്നാമത്, the money received on application under this section shall be kept in a separate bank account. ഇങ്ങനെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് സ്കീം പ്രകാരം റിസീവ് ചെയ്യുന്ന എല്ലാ പണവും ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ വേണം നിക്ഷേപിക്കുവാനായിട്ട്. അതൊരു ഷെഡ്യൂൾ ബാങ്കിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഇതിനായി ഓപ്പൺ ചെയ്യുക. ആ അക്കൗണ്ടിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് റിസീവ് ചെയ്യുന്ന എല്ലാ പണവും ഡിപ്പോസിറ്റ് ചെയ്യുക. ഇനി ഇങ്ങനെ റിസീവ് ചെയ്യുന്ന പണം it shall not be utilized for any purpose other than, ഇപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ ലഭിക്കുന്ന പണം ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കാവൂ. ഈ പണം പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന അലോട്ട്മെന്റുമായിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൻഡ് ഷാൽ നോട്ട് ബി യൂട്ടിലൈസ് ഫോർ എനി പർപ്പസ് അതർ ദാൻ. എന്തൊക്കെ പർപ്പസാണ് നമുക്ക് നോക്കാം. ഫോർ അഡ്ജസ്റ്റ്മെന്റ് അഗൻസ്റ്റ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്, അപ്പം അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ആപ്ലിക്കേഷൻ മണിയായിട്ട് റിസീവ് ചെയ്യുന്ന പണം അത് ഉപയോഗിക്കാം. രണ്ടാമത്, ഫോർ ദി റീപേയ്മെന്റ് ഓഫ് മണീസ് വേ ദി കമ്പനി ഈസ് അൺഏബിൾ ടു അലോട്ട് സെക്യൂരിറ്റീസ്. ഇനി കമ്പനിക്ക് എല്ലാ ആപ്ലിക്കൻസിനും ഷെയർ അലോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആപ്ലിക്കേഷൻ മണിയായിട്ട് റിസീവ് ചെയ്ത് നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, കമ്പനി ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം ആപ്ലിക്കേഷൻ മണിയുടെ റീപേയ്മെൻറ്റിന് വേണ്ടി വിനിയോഗിക്കാം. ദെൻ നമ്പർ 4, all offers covered for private placement shall be made only to such persons whose names are recorded by the company prior to the invitation to subscribe. ഇനി എല്ലാ ഓഫേഴ്സും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓഫേഴ്സും കമ്പനി ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് പേര് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സച്ച് പേഴ്സൺ ഷാൽ റിസീവ് ദി ഓഫർ ബൈ നെയിം. ഇപ്പം ഓരോ ഇൻഡിവിജ്വലിനും ബൈ നെയിം ഓഫർ റിസീവ് ചെയ്തിരിക്കണം. സച്ച് പേഴ്സൺ ഷാൽ റിസീവ് ദി ഓഫർ ബൈ നെയിം and a complete record of such offers shall be kept by the company in such manner as may be prescribed. അപ്പം ഈ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് റെക്കോർഡ് കമ്പനി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കമ്പനി സൂക്ഷിച്ചിരിക്കണം. ദെൻ അഞ്ചാമത്തെ റൂൾ എന്താണ്, കമ്പനീസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം റിലീസിങ് എനി പബ്ലിക് അഡ്വർടൈസ്മെന്റ് ഓർ യൂട്ടിലൈസിങ് എനി മീഡിയ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെയോ മാസ് മീഡിയയിലൂടെയോ പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല. ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സിലൂടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കടത്തിവിടാൻ പാടില്ല. മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിന് മാത്രമേ പ്രൈവറ്റ് ഓഫർ ലെറ്ററിലൂടെ പ്ലേസ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ദെൻ 6th point, whenever a company makes any allotment of securities under this section, it shall file with registrar a return of allotment in such manner as may be prescribed. ഒരു പ്രൈവറ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇറ്റ് ഷാൾ ഫയൽ വിത്ത് രജിസ്ട്രാർ എ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ്. ഇപ്പം അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ മുമ്പാകെ ഫയൽ ചെയ്തിരിക്കണം. Then the 7th point, if a company makes an offer or accept monies in contravention of this section, ഇപ്പം പ്രൈവറ്റ് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷന് വിരുദ്ധമായിട്ട്, ഇപ്പം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന സെക്ഷൻ 62 പറഞ്ഞിരിക്കുന്നത്. അപ്പം സെക്ഷൻ 62 പറഞ്ഞിരിക്കുന്ന പ്രകാരം മാത്രമേ ഒരു കമ്പനിക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ഈ സെക്ഷൻ 62 വിരുദ്ധമായിട്ടാണ് ഒരു കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുന്നത്. ഇഫ് എ കമ്പനി മേക്സ് എൻ ഓഫർ ഓർ അക്സെപ്റ്റ് മണീസ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദിസ് സെക്ഷൻ, ഇൻ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 62,
The company, its promoters and directors shall be liable for a penalty which may extend to the amount involved in the offer or invitation or 2 crore rupees, whichever is higher. ആ ഓഫറിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇൻവിറ്റേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ടോ അല്ലെങ്കിൽ 2 കോടി രൂപയോ ഇതിലേതാണോ കൂടുതൽ അത്രയും ഫൈൻ കൊടുക്കേണ്ടതായ ബാധ്യതയും ഉണ്ടാകാം. സെക്ഷൻ 62-ൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് ഒരു കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സും അതുപോലെ പ്രൊമോട്ടേഴ്സും എല്ലാം എന്താണ് ലയബിൾ ടു പേ എ പെനാലിറ്റി വിച്ച് മേ എക്സ്റ്റെൻഡ് ദി എമൗണ്ട് ഇൻവോൾവ് ഇൻ ദി ഓഫർ. ആ ഓഫറിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടോ അല്ലെങ്കിൽ 2 കോടി രൂപയോ ഏതാണോ കൂടുതൽ ആ എമൗണ്ട് പേയ്മെൻറ്റ് നടത്താനുള്ള പെനാൽറ്റി ആയിട്ട് കൊടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാവും. The company shall also refund all monies to subscribers within a period of 30 days of the order imposing the penalty. അപ്പം ആ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്ന ദിവസം തൊട്ട് 30 ദിവസത്തിനകം ഈ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷൻ 62 വിരുദ്ധമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പണവും സബ്സ്ക്രൈബേഴ്സിന് റീഫണ്ട് ചെയ്തിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന 7 പോയിന്റുകൾ എന്താണ് റൂൾസ് റിഗാർഡിംഗ് ദി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസാണ് സെക്ഷൻ 62-ൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും 7 പോയിന്റുകളാണ് അതിൽ ഓർമ്മയിൽ വയ്ക്കേണ്ടത്. നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് പ്രോസ്പെക്ടസ്. ഇപ്പം ഒരു കമ്പനി എന്താണ് പബ്ലിക്കിന് ഷെയർസ് ഓഫർ ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് അത് ഇഷ്യൂ ചെയ്യും, ഒരു ഇൻവിറ്റേഷൻ ഡോക്യുമെൻ്റ്. ആ ഡോക്യുമെൻറ്റിനാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 36 ഓഫ് ദി കമ്പനീസ് ആക്ട് ഡിഫൈൻ പ്രോസ്പെക്ടസ് ആസ് എനി ഡോക്യുമെൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എനി ഡോക്യുമെൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ് ആൻഡ് ഇൻക്ലൂഡ് എനി നോട്ടീസ്, സർക്കുലർ, അഡ്വർടൈസ്മെൻറ്റ് ഓർ അതർ ഡോക്യുമെൻറ്റ് inviting deposits from the public or inviting offers from the public for subscription or purchase of any shares in or debentures of a body corporate. ഒരു കമ്പനിയുടെയോ ബോഡി കോർപ്പറേറ്റിൻ്റെയോ ഷെയർസും ഡിബഞ്ചേഴ്സും പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഷെയർസിലും ഡിബഞ്ചേഴ്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പൊതുജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിട്ടാണ് നമ്മൾ പ്രോസ്പെക്ടസിനെ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 36-ൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, അത് ഡിഫൈൻ പ്രോസ്പെക്ടസ് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ പ്രോസ്പെക്ടസ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ബൈ പബ്ലിക് കമ്പനീസ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് മാത്രമേ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനും പൊതുജനങ്ങളിൽ നിന്നും അവരുടെ ഷെയർസിലേക്കും ഡിബഞ്ചേഴ്സിലേക്കും പണം സ്വീകരിക്കാനുമുള്ള റൈറ്റ് ഉള്ളൂ. സോ ദാറ്റ് ഈസ് വൈ വി സേ പ്രോസ്പെക്ടസ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ബൈ പബ്ലിക് കമ്പനീസ്. Then private companies are prohibited from inviting the public to purchase their shares and debentures. പ്രൈവറ്റ് കമ്പനികളെ എന്താണ് പ്രൈവറ്റ് കമ്പനീസ് ആർ പ്രൊഹിബിറ്റഡ്. പ്രൈവറ്റ് കമ്പനികൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. പ്രൈവറ്റ് കമ്പനീസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഇൻവൈറ്റിംഗ് ദി പബ്ലിക്. പൊതുജനങ്ങളിൽ നിന്നും പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസിലേക്കും ഡിവഞ്ചേഴ്സിലേക്കും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല പ്രൈവറ്റ് കമ്പനികൾക്ക്. അതുകൊണ്ട് എന്താണ് പ്രൈവറ്റ് കമ്പനികൾക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇനി a prospectus shall be issued only if a copy of it has been given to the registrar for registration. അപ്പം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാറിൻ്റെ സമക്ഷം രജിസ്ട്രേഷന് വേണ്ടി സമർപ്പിച്ചിരിക്കണം. ദി കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് സെൻഡ് ഫോർ രജിസ്ട്രേഷൻ മസ്റ്റ് ബി സൈൻഡ് ബൈ എവറി പേഴ്സൺ who is named in the prospectus as a director or proposed director or by his agent authorized in writing. ഇപ്പോൾ നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യാൻ കൊടുക്കുന്ന ആ കോപ്പി ഓഫ് ദി പ്രോസ്പെക്ടസ് ഫോർ രജിസ്ട്രേഷൻ മസ്റ്റ് ബി സൈൻഡ് ബൈ എവറി പേഴ്സൺ ഹൂസ് ഈസ് നെയിംഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. ഇപ്പം പ്രോസ്പെക്ടസിൽ ഡയറക്ടറായിട്ടോ പ്രൊപ്പോസ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസ് ഡയറക്ടറിൻ്റെ ഏജൻ്റായിട്ടോ ഓതറൈസ് ചെയ്തിരിക്കുന്ന ആളിൻ്റെ എന്താണ് അവരുടെ എല്ലാം സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. എല്ലാ ഡയറക്ടേഴ്സും പ്രൊപ്പോസ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ഓതറൈസ്ഡ് ഏജൻസോ ആ പ്രോസ്പെക്ടസിൻ്റെ കോപ്പിയിൽ സൈൻ ചെയ്തിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഡേറ്റഡ് ആൻഡ് ഷാൽ ബി ഇഷ്യൂഡ് വിതിൻ 90 days ഓഫ് ഇറ്റ് രജിസ്ട്രേഷൻ. ഇപ്പം രജിസ്ട്രാറിൻ്റെ അടുത്തൊരു പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തിനകം
എന്താ, ഇറ്റ് മസ്റ്റ് ബി ഡേറ്റഡ് ആൻഡ് ഷാൽ ബി ഇഷ്യൂഡ്. ഇപ്പം 90 ദിവസത്തിനകം അത് പൊതുജനങ്ങൾക്ക് അത് ഇഷ്യൂ ചെയ്തിരിക്കണം. ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് പൊതുജനങ്ങളിൽ നിന്നും ഒരു കമ്പനിയുടെ ഷെയർസിലും ഡിബഞ്ചേഴ്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വി ഷാൾ ഡിസ്കസ് ദി കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 26. പ്രോസ്പെക്ടസിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻസ് ഒക്കെ എന്താണ്, സെക്ഷൻ 26 കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ the prospectus is often described as a window through which future investors can look into the soundness of the company's venture. അപ്പം പ്രോസ്പെക്ടസ് എന്താണ്, ഇതൊരു വിൻഡോ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അപ്പം പ്രോസ്പെക്ടസ് എന്ന വിൻഡോയിലൂടെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയുടെ സൗണ്ട്നെസ്സിനെ കുറിച്ചും കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ ഒരു ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടി ഒരു വിൻഡോ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഈ ഒരു പ്രോസ്പെക്ടസിലൂടെ ഒരു പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററിന് കമ്പനിയെക്കുറിച്ച് പൂർണ്ണമായ ഒരു പഠനം നടത്താൻ സാധിക്കും. Then section 26 subsection 1 provides the matter that needed to be stated in the prospectus. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 26 സബ്സെക്ഷൻ 1 ഒരു പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തേണ്ട മാറ്റേഴ്സ് എല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. So the list is given below. Every prospectus shall be dated and signed and shall state the following information, namely എല്ലാ പ്രോസ്പെക്ടസും ഡേറ്റഡും സൈൻഡുമായിരിക്കണം. അതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. 1. Names and address of the registered office of the company, company secretary, chief financial officer, auditors, legal advisors, bankers, trustees, if any, underwriters and such other persons as may be prescribed. ഇപ്പം കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഓഫീസേഴ്സിൻ്റെയും നെയിമും അഡ്രസ്സും അതുപോലെ കമ്പനിയുടെ രജിസ്റ്റർഡ് ഓഫീസിൻ്റെ അഡ്രസ്സും എല്ലാം പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. സെക്കൻഡ്ലി, ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ഇഷ്യൂ. ഇപ്പം ഒരു പബ്ലിക് ഓഫർ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഇഷ്യൂവിൻ്റെ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും, അതുപോലെ ആൻഡ് ഡിക്ലറേഷൻ അബൌട്ട് ദി ഇഷ്യൂ ഓഫ് അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് ആൻഡ് റീഫണ്ട് വിതിൻ ദി പ്രിസ്ക്രൈബ്ഡ് ടൈം. അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ടും പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കണം. നമ്പർ 3, എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അബൌട്ട് ദി സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വെർ ഓൾ മണീസ് റിസീവ്ഡ് ഔട്ട് ഓഫ് ദി ഇഷ്യൂ ആർ ടു ബി ട്രാൻസ്ഫേർഡ്. അപ്പം ഡയറക്ടേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. അതിൽ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട പണം ഡിപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. നമ്പർ 4, ഡീറ്റെയിൽസ് അബൌട്ട് ദി അണ്ടർ റൈറ്റിംഗ് ഓഫ് ദി ഇഷ്യൂ. ഈ ഒരു പബ്ലിക് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർ റൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ 5, കൺസെൻറ്റ് ഓഫ് ദി ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇഫ് എനി, ആൻഡ് ഓഫ് സച്ച് അതർ പേഴ്സൺസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പം കൺസെൻറ്റ് ഓഫ് ദി ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിൻ്റെയും ഓഡിറ്റേഴ്സിൻ്റെയും ബാങ്കേഴ്സിൻ്റെയും എല്ലാം സമ്മതം, കൺസെൻറ്റ്, അത് ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. 6, ദി അതോറിറ്റി ഫോർ ദി ഇഷ്യൂ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദി റെസൊല്യൂഷൻ പാസ് ദെയർ ഫോർ. ഇപ്പം ഒരു പബ്ലിക് ഇഷ്യൂ ഓതറൈസ് ചെയ്യുന്ന റെസൊല്യൂഷനും അതിൻ്റെ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ 7th point is procedure and time schedule for allotment and issue of securities. ഇപ്പം ടൈം ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറും ടൈം ഷെഡ്യൂളും അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ 8th point is capital structure of the company in the prescribed manner. ഈ ഒരു പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. Main objects of the public offer, terms of the present issue and such other particulars as may be prescribed. ഈ ഒരു പർട്ടിക്കുലർ ഓഫറിൻ്റെ മെയിൻ ഓബ്ജക്റ്റ് എന്താണ്, അപ്പം എന്തിനു വേണ്ടിയാണ് ഈ ഒരു പബ്ലിക് ഓഫർ നടത്തുന്നത്, അതുപോലെ ഈ പ്രസൻറ്റ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടും പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദി മെയിൻ ഓബ്ജക്റ്റ് ആൻഡ് പ്രസൻറ്റ് ബിസിനസ് ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ, ഷെഡ്യൂൾ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രോജക്റ്റ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൻ്റെ മെയിൻ ഓബ്ജക്ട്സ് എന്താണ്,
ഇപ്പോൾ കമ്പനിയുടെ നിലവിലുള്ള ബിസിനസ് എന്താണ്, ലൊക്കേഷൻ എവിടെയാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദറ്റ് പർട്ടിക്കുലർ പ്രോജക്റ്റ്. Then 11th point is particulars relating to a management perception of risk factors specific to the project. ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ന്യൂ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് മാനേജ്മെന്റിന്റെ വ്യൂ പോയിന്റിൽ കൊടുത്തിരിക്കുക. ജസ്റ്റേഷൻ പീരീഡ് ഓഫ് ദി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് എന്താണ്, ആക്ച്വൽ പ്രോജക്റ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജസ്റ്റേഷൻ പീരീഡ് എത്രയാണ്. സി എക്സ്റ്റെൻഡ് ഓഫ് പ്രോഗ്രസ് മെയ്ഡ് ഇൻ ദി പ്രോജക്റ്റിൽ ഇതുവരെ എത്രമാത്രം പുരോഗതി ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം വർക്ക് അതിൽ ചെയ്തിട്ടുണ്ട്. ഡെഡ് ലൈൻസ് ഫോർ കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്റ്റ് ഈ ഒരു ഇഷ്യൂയിലൂടെ പണം സ്വരൂപിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ഡെഡ് ലൈൻ ഡേറ്റ് ഏതാണ്. Then any litigation or legal action pending or taken by the government department or a statutory body during the last 5 years immediately preceding the year of issue of the prospect against the promoter of the company. ഈ കമ്പനിയുടെ പ്രൊമോട്ടറിനെതിരെ ഇഷ്യൂവിന്റെ തൊട്ട് മുമ്പുള്ള 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഏജൻസികളോ ഏതെങ്കിലും രീതിയിലുള്ള കേസ് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ലിറ്റിഗേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. Then 12th point, minimum subscription amount payable by of premium issue of shares otherwise than on cash. ഈ ഒരു ഇഷ്യൂവിന്റെ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, എമൗണ്ട് പേയബിൾ ബൈ ഓഫ് പ്രീമിയം എത്രയാണ്, അപ്പം അതിന്റെ ഫേസ് വാല്യൂ എത്രയാണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, പ്രീമിയം എത്രയാണ്. അതുപോലെ തന്നെ ഷെയർസ് ഇഷ്യൂ ഓഫ് ഷെയർസ് അതർവൈസ് ദാൻ ഓൺ ക്യാഷിനല്ലാതെ മറ്റെന്തെങ്കിലും കൺസിഡറേഷന് വേണ്ടി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂവിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. 13th point, details of directors including their appointments and remuneration and such particulars of the nature and extent of their interest in the company as may be prescribed. ഇപ്പം കമ്പനി ഡയറക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അവരുടെ അപ്പോയിൻമെന്റിന്റെ ഡേറ്റ്, ടേംസ് ഓഫ് അപ്പോയിൻമെന്റ്, അവരുടെ റെമ്യൂണറേഷൻ എന്താണ്, ആൻഡ് സച്ച് പർട്ടിക്കുലേഴ്സ് ഓഫ് ദി നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ദിയർ ഇൻട്രസ്റ്റ്. അതുപോലെ ഈ പ്രൊമോട്ടേഴ്സിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് കമ്പനിയിലുള്ള ഇൻട്രസ്റ്റ് എന്താണ്, കമ്പനിയുടെ മേലുള്ള താല്പര്യം എന്താണ്. ഈ കാര്യങ്ങളല്ലാതെ കമ്പനി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. Then 14th point, disclosures in such manner as may be prescribed by source of promoters contribution. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷന്റെ സോഴ്സ് എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തിയിരിക്കണം. Then B, set out the following reports for the purpose of the financial information. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന എന്താ, ആദ്യത്തെ ഒരു കേസാണ് പറഞ്ഞിരിക്കുന്ന എ സെക്ഷനിൽ എ സെക്ഷനിൽ 14 പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യമേ എന്താ, എവറി പ്രോസ്പെക്ടസ് ഷാൽ ബി ഡേറ്റഡ് ആൻഡ് സൈൻ ആൻഡ് ഷാൽ എ സ്റ്റേറ്റ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന 14 പോയിന്റുകൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതിന് പുറമെ സെറ്റ് ഔട്ട് ദി ഫോളോയിങ് റിപ്പോർട്ട്സ്. ഇപ്പൊ എന്തൊക്കെ റിപ്പോർട്ടുകളാണ് പ്രോസ്പെക്ടസിന്റെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. സെറ്റ് ഔട്ട് ദി ഫോളോയിങ് റിപ്പോർട്ട്സ് ഫോർ ദി പർപ്പസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇപ്പം പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷന് വേണ്ടി, അവരുടെ അറിവിലേക്ക് വേണ്ടി എന്തൊക്കെ റിപ്പോർട്ടുകളാണ് പ്രോസ്പെക്ടസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. 1. Report by the auditors of the company with respect to its profits and losses and assets and liabilities and such other matters as may be prescribed. ഇപ്പം കമ്പനി ഓഡിറ്റേഴ്സ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ടും അസറ്റും ലയബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും ഉള്ള ഒരു റിപ്പോർട്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്, ഇതും കമ്പനി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തയ്യാറാക്കി ആ ഒരു റിപ്പോർട്ട് പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. Then secondly, report relating to profit and loss for each of the 5 financial years immediately preceding the financial year of the issue of prospectus, including such reports of its subsidiaries and in such manner as may be prescribed. നമ്മൾ ഏത് വർഷമാണോ അല്ലെങ്കിൽ കമ്പനി ഏത് വർഷമാണോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന്
അതിന് തൊട്ടു മുമ്പുള്ള 5 വർഷത്തെ ഓരോ ഇൻഡിവിജ്വൽ ഇയറിലെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിരിക്കണം. ഇത് 5 വർഷത്തേതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിരിക്കണം. Then 3. Reports made in the prescribed manner by the auditors upon the profit and loss of the business of the company for each of the 5 financial years immediately preceding the issue, and asset and liabilities of the business on the last date to which the accounts of the business were made up, being a date not more than 180 days before the issue of prospectus. ഇപ്പം പ്രോസ്പെക്ടസുമായി ഇതെല്ലാം എന്താണ്, ഓഡിറ്റേഴ്സിൻ്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ടും കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയുമായിട്ടുമുള്ള റിപ്പോർട്ടുകളാണ്. അത് ഏത് വർഷമാണോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് അതിനു മുമ്പുള്ള തൊട്ട് മുമ്പുള്ള 5 വർഷത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ റിപ്പോർട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് പ്രോസ്പെക്ടസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. Then the 4th point, reports about the business or transaction to which the proceeds of the securities are to be applied directly or indirectly. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഷെയർ ഇഷ്യൂവിൻ്റെ അല്ലെങ്കിൽ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂയിലൂടെ കളക്ട് ചെയ്യുന്ന പണം അത് ഏത് രീതിയിലായിരിക്കും വിനിയോഗിക്കുന്നത്. റിപ്പോർട്ട് അബൌട്ട് ദി ബിസിനസ് ഓർ ട്രാൻസാക്ഷൻ ടു വിച്ച് ദി പ്രൊസീഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ടു ബി അപ്ലൈഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഈ ഒരു ഇഷ്യൂയിലൂടെ സ്വരൂപിക്കുന്ന പണം നേരിട്ടോ അല്ലാതെയോ ഏത് രീതിയിലായിരിക്കും വിനിയോഗിക്കുന്നത്, എന്ത് ബിസിനസ്സിലായിരിക്കും വിനിയോഗിക്കുന്നത്, ഏതൊക്കെ ട്രാൻസാക്ഷൻസിലായിരിക്കും അത് വിനിയോഗിക്കുന്നത്, അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റാണ് സി. മേക്ക് എ ഡിക്ലറേഷൻ അബൌട്ട് ദി കംപ്ലയൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് and a statement to the effect that nothing in the prospectus is contrary to the provisions of this act. അപ്പം ഒരു ഡിക്ലറേഷൻ എന്താണ്, ഡയറക്ടേഴ്സ് ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. മേക്ക് എ ഡിക്ലറേഷൻ അബൌട്ട് ദി കംപ്ലയൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. അപ്പോൾ എന്താണ്, കമ്പനീസ് ആക്ടിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും കൃത്യമായിട്ടും പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഡിക്ലറേഷൻ കൊടുക്കുക. And a statement to the effect that nothing in the prospectus is contrary to the provisions of this act. അപ്പം പ്രോസ്പെക്ടസിലെ ഒരു കാര്യവും കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ട് അല്ല എന്ന് കൃത്യമായിട്ട് ഒരു ഉറപ്പ് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. ഈ പ്രോസ്പെക്ടസിൻ്റെ ഇഷ്യൂവുമായിട്ടും അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കമ്പനീസ് ആക്ടിനനുസരിച്ചാണ്. അതിൻ്റെ ഒരു പ്രവൃത്തിയും കമ്പനീസ് ആക്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരല്ല. ദെൻ അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് മാത്രമല്ല, പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്, ദെൻ ദി സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956, ദെൻ ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 ആൻഡ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയ്ഡ് ദെയർ അണ്ടർ. ഇപ്പം എന്താണ്, കമ്പനീസ് ആക്ടിൻ്റെയോ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ടിൻ്റെയോ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെയോ ഒരു പ്രൊവിഷൻസിനും വിരുദ്ധമായ രീതിയിലല്ല ഈ ഒരു പർട്ടിക്കുലർ പ്രോസ്പെക്ടസിൻ്റെ ഇഷ്യൂവും ഒരു പബ്ലിക് ഓഫറും കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ടൊരു ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം. ദെൻ ഡി, സ്റ്റേറ്റ് സച്ച് അതർ മാറ്റേഴ്സ് ആൻഡ് സെറ്റ് ഔട്ട് സച്ച് അതർ റിപ്പോർട്ട്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഇതുപോലെ തന്നെ കമ്പനി നിയമത്തിൽ ഏതെങ്കിലും മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും റിപ്പോർട്ട് ഒരു പ്രോസ്പെക്ടസിൻ്റെ അനുബന്ധമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാ മാറ്റേഴ്സും എല്ലാ റിപ്പോർട്ട്സും പ്രോസ്പെക്ടസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എന്താണ്, പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻ്റായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത് കമ്പനീസ് ആക്ടിൽ വളരെ വ്യക്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോസ്പെക്ടസ് എന്താണ്, ഒരു പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്. അത് കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് സെക്ഷൻ 26 വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 26 പറഞ്ഞിരിക്കുന്ന എല്ലാ മാറ്റേഴ്സും എല്ലാ റിപ്പോർട്ടും എല്ലാ പ്രൊസീജിയേഴ്സും പ്രോസ്പെക്ടസിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കപ്പെട്ടാൽ മാത്രമേ ഒരു പ്രോസ്പെക്ടസിലൂടെ നടത്തുന്ന ഒരു പബ്ലിക് ഓഫറിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു. We can conclude our discussions on prospectus here. Thank you for watching this video.